ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ബോച്ചട്ടി എങ്ങനെ വാങ്ങുക എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ ബോച്ചട്ടി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ബമ്പർ നറുക്കെടുപ്പിലൊക്കെ അത് പിന്നീട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചിരുന്നു ഇതിൽ ക്യാഷ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യാമെന്ന്. ഒരുപാട് ആളുകൾക്ക് 100 രൂപ 500 രൂപ ഒക്കെ അടിച്ചിട്ടുണ്ട്, 1000 രൂപ ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിഡ്രോ എങ്ങനെ അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആഡ് ആക്കുക എന്നാണ് നോക്കുന്നത്. അതായത് പ്രൈസ് കിട്ടിയ പൈസ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലത് ഭാഗത്തായിട്ട് ആഡ് ക്യാഷിൻ്റെ തൊട്ട മുകളിലായിട്ട് തന്നെ 3 വര ലൈനുമായി നമുക്ക് കാണാം. ആ 3 ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പറിലേക്ക് എത്തും. അതായത് എൻ്റെ പേര് മുനീറാണ്. അപ്പോൾ അതിൽ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഭാഗത്ത് ഒന്നുകൂടി പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൈ പ്രൊഫൈല്, മൈ ബാലൻസ്, മൈ ടിക്കറ്റ്, അതുപോലെ 3 വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മൈ ബാലൻസ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ആഡ് ക്യാഷും അതുപോലെ വിന്നിങ്ങും കാണാം. അപ്പോൾ വിന്നിങ്ങിൽ നമുക്ക് കാണാം ഇതിൽ വിഡ്രോ എന്നുള്ളത്. എനിക്ക് 100 രൂപ അടിച്ചിരുന്നു. അതിൽ 70 രൂപ ഇനിയുള്ളത്. 30 രൂപയ്ക്ക് ഞാൻ ആദ്യത്തെ 10 രൂപ ബാലൻസും വെച്ച് ഇതിൽ നിന്ന് 30 അങ്ങനെ 40 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 70 ഉള്ളത്. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. ഈ വിഡ്രോ എന്നുള്ള ബട്ടണാണ് നമ്മൾ നിൽക്കേണ്ടത്. വിഡ്രോ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പ്രാവശ്യം നമ്മളോട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം തന്നെ നമ്മൾ അക്കൗണ്ട് നമ്പർ 2 പ്രാവശ്യം കൊടുത്തു. അതിനുശേഷം നമുക്ക് IFSC കോഡ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ IFSC കോഡ് അറിയാത്തവർക്ക് ഗൂഗിളിൽ പോയിട്ട് നിങ്ങളെ ബ്രാഞ്ച് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് IFSC കോഡ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ IFSC കോഡ് അടിക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ നേരെ താഴെ നമ്മുടെ ഏത് ബാങ്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ HDFC ആണ്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു. എന്നിട്ട് സബ്മിറ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിലേക്കാണ് കൊടുക്കുന്നത്. സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ KYC പ്രോസസ്സിംഗ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ നമ്മളെ ഫണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നേ നമ്മൾ ചെയ്ത മാതിരി ആഡ് ക്യാഷിൻ്റെ അടുത്തുള്ള ആ 3 ലൈനിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേരും ഫോൺ നമ്പറും ഉള്ള ഭാഗത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ബാലൻസിലേക്ക് വീണ്ടും പോവുക. അതിനുശേഷം നമ്മൾ വിഡ്രോ എന്നുള്ള താഴെ കാണുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത്. 100, 500, 1000, 5000 അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ 100 ഇല്ലാത്തതുകൊണ്ട് 70 രൂപ നമുക്കൊന്ന് അടിച്ച് നോക്കുക. ഇവർ 100 കൊടുത്തത്, എന്നിരുന്നാലും നമുക്ക് 70 രൂപ കയറോ എന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് അടിക്കുകയാണ്. സബ്മിറ്റ് അടിക്കുമ്പോൾ റിക്വസ്റ്റ് ടു വിഡ്രോ മണി ഹാസ് ബീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിട്ടിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് അവിടെ തന്നെ പോയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ബാലൻസിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇല്ല, ബാലൻസിലില്ല. അപ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് വിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിലേക്ക് വിട്ടതിന് എനിക്ക് മെസ്സേജ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കുക. അക്കൗണ്ടിൻ്റെ ആപ്പിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് അവിടെ ക്യാഷ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ മെസ്സേജ് വന്നില്ല. അപ്പോൾ ഞാൻ മിനിമൈസ് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ HDFC ബാങ്കിൻ്റെ ആപ്പാണ്. ഓരോരുത്തർക്കും ഓരോ ഫോണിനും പല ആപ്പുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. 24 മണിക്കൂറിലധികം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ വന്നതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ബാങ്ക് HDFC ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ. നമ്മൾ HDFCൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ള ആപ്പിലാണ് നോക്കുന്നത്. ഓരോ ബാങ്കിനും അതിൻ്റേതായ ഒരു ഇതുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇരിക്കണ 18 ഏപ്രിൽ 2024 എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ വന്നിട്ടുണ്ട് കേട്ടോ. 70 രൂപ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അധികം ആളുകൾക്കും 2 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ പേയ്മെൻറ്റ് കയറിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു.